പിന്നെ എന്തൊക്കെയാണ് വൈശാഖത്തിൽ ചെയ്യേണ്ടത് എന്ന് തുടർന്ന് പറയാണ്. നദീ സ്നാനം തുയക്കുര്യാത് വൈശാഖേ വിഷ്ണു തത്പര ജന്മത്രയാർജിതാത് പാപാത് മുച്യതേ നാത്ര സംശയഃ. നേരത്തെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും എന്ന് പറഞ്ഞു. പട്ടിയായിട്ടും ചാണ്ടാലനായിട്ടും പിശാചായിട്ടൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞു. ഇനി ആരാണോ വൈശാഖത്തില് വിഷ്ണു തൽപരനായിട്ട് മഹാവിഷ്ണുവിന്റെ പൂജ ചെയ്യുന്നതിലും കഥകൾ കേൾക്കുന്നതിലും പറയുന്നതിലും ഒക്കെ താല്പര്യത്തോടുകൂടി നദീസ്നാനം തുയ കുര്യാത്, നദീസ്നാനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ജന്മത്രയാർജിതാത് പാപാത്, 3 ജന്മങ്ങളിലായിട്ട് ആർജിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും അദ്ദേഹം മോചിതനാവുന്നു. നാത്ര സംശയഃ, ഒരു സംശയവുമില്ല. സമുദ്രക നദീ സ്നാനം കുര്യാത് പ്രാതർഭഗോദയേ സപ്തജന്മാർജിതൈ പാപൈ തത്ക്ഷണാദേവ മുച്യതേ. ഇപ്പൊ വൈശാഖ മാസത്തില് ഗൃഹത്തില് കുളിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നുകില് വാപി സ്നാനം, കുളത്തില് കുളിക്കുക, അതിനേക്കാൾ പുണ്യമാണ് നദിയിൽ പോയിട്ട് കുളിക്കുക എന്നുള്ളത്. അതിനേക്കാൾ പുണ്യമാണ് സമുദ്ര സ്നാനം. അപ്പോ സമുദ്രക നദീ സ്നാനം, സമുദ്രത്തില് രാവിലെ സൂര്യോദയത്തിന്റെ ആ സമയത്ത് തന്നെ പ്രാതർഭഗോദയേ സപ്തജന്മാർജിതൈ പാപൈ തത്ക്ഷണാദേവ മുച്യതേ. ആരാണോ സമുദ്ര സ്നാനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പാപങ്ങള് സപ്തജന്മാർജിതൈ, 7 ജന്മങ്ങളിലായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള പാപങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം മോചിതനാവുന്നു. കുര്യാദുഷസ്യ സ്നാനം സപ്തഗംഗാസു മാനവ കോടി ജന്മാർജിതാത് പാപാത് മുച്യതേ നാത്ര സംശയഃ. രാവിലെ ആരാണോ സപ്തഗംഗകളില് സ്നാനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കോടി ജന്മങ്ങളായിട്ട് ആർജിച്ചിട്ടുള്ള പാപങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം മോചിതനാകുന്നു. അപ്പൊ എന്തൊക്കെയാണ് സപ്തഗംഗകൾ എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ജാഹ്നവി വൃദ്ധഗംഗാ ച കാളിന്ദി ച സരസ്വതി കാവേരി നർമ്മദാ വേണി സപ്തഗംഗാ പ്രകീർത്തിത. ജാഹ്നവി ഗംഗ, വൃദ്ധഗംഗ, വൃദ്ധഗംഗ എന്ന് ഗോദാവരി നദിയെ പറയാറുണ്ട്. കാളിന്തി യമുന, സരസ്വതി സരസ്വതി നദി, കാവേരി, നർമ്മദ, വേണി, വേണി എന്ന് പറയുന്നത് കൃഷ്ണ നദിയാണ്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട 7 നദികള്. അപ്പൊ രാവിലെ വളരെ ഭക്തിയോടുകൂടി ഈ നദീസ്നാനവും സമുദ്ര സ്നാനവും ഒക്കെ ചെയ്യുന്ന ആൾക്ക് ഈ 7 നദികളില് കുളിച്ചിട്ടുള്ള ഫലമാണ്, അതിന്റെ പുണ്യങ്ങൾ ലഭിക്കും എന്ന് പറയാണ്. അപ്പൊ അതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മളൊക്കെ കുളിക്കുന്ന സമയത്ത് ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഈ എല്ലാ തീർത്ഥങ്ങളും നമ്മുടെ ആ ജലത്തിലേക്ക്, നമ്മൾ കുളിക്കുന്ന ജലത്തിലേക്ക് എത്തുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മൾ സ്നാനം ചെയ്യുന്നത്. അപ്പൊ ആ സങ്കല്പമാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ നമ്മൾ നമ്മുടെ കുളത്തില് കുളിക്കുന്ന സമയത്ത് ഇത് പവിത്രയായിട്ടുള്ള ഗംഗയാണ്, പവിത്രയായിട്ടുള്ള കാവേരിയാണ്, പവിത്രയായിട്ടുള്ള കൃഷ്ണയാണ് എന്ന് സങ്കല്പിക്കുകയാണ്, മനസ്സുകൊണ്ട് അതിനെ ആവാഹിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇതേ ഒരു സങ്കല്പത്തോടു കൂടി ഭക്തിയോടുകൂടി ആരാണോ കുളത്തിലോ നദിയിലോ ഒക്കെ രാവിലെ സ്നാനം ചെയ്യുന്നത്, അത് വൈശാഖ മാസത്തിൽ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് അതിന് മാഹാത്മ്യമേറുന്നു. ആ സപ്തഗംഗകളിൽ കുളിച്ചതിന്റെ ഫലമുണ്ടാകുന്നു. ഇനി ഏറ്റവും പ്രാധാന്യമേറിയിട്ടുള്ള മാസം വൈശാഖ മാസമാണ് എന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു പറയാണ്. ദേവസ്ഥാനേഷു യകുര്യാത് പ്രാതർവൈശാഖമജ്ജനം ജന്മാരഭ്യ കൃതാൻ പാപാൻ മുച്യതേ നാത്ര സംശയഃ. വീണ്ടും പറയാണ്, നമ്മൾ ചെറുപ്പം മുതല് ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതനാകും എന്നതില് യാതൊരു സംശയവും ഇല്ല എന്ന് പറയാണ്. വൈശാഖേ മാസി സംപ്രാപ്തേ യോ വാപീഷ്വവഗാഹനം പ്രാതഃ കുര്യാൻ മഹാരാജ മഹാപാതകനാശനം. വാപീഷു, വാപി കുളം,
വൈശാഖ മാസത്തില് യഹ വാപീഷു അവഗാഹനം, യഹ ആരാണോ കുളത്തില് കുളിക്കുന്നത്, പ്രാതകുര്യാൻ രാവിലെ തന്നെ, മഹാരാജ അല്ലയോ മഹാരാജാവേ, അത് മഹാപാതക നാശനം, എല്ലാ പാപങ്ങളെയും വലിയ പാപത്തെ പോലും നശിപ്പിക്കുന്നതാണ്. അപി ഗോഷ്പദമാത്രേഷു ബഹിസ്ഥേഷു ജലേഷു ച തിഷ്ഠന്തി സരിതഃ സർവാ ഗംഗാദ്യാ ഇതി നിശ്ചയ ഇതി ജാനൻ സമാപ്നോതി സ്വതീർത്ഥാധികം ഫലം. അപി ഗോഷ്പദമാത്രേഷു ബഹിസ്ഥേഷു ജലേഷു ച, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സങ്കല്പമാണ് ഇതിനെയൊക്കെ തീർത്ഥങ്ങളാക്കി മാറ്റുന്നത്. അപ്പൊ പുറത്തുള്ള ഗോഷ്പദമാത്രേഷു ജലേഷു, വളരെ കുറച്ച് ജലമാണെങ്കിൽ കൂടി എല്ലാ ജലാശയങ്ങളിലും തിഷ്ഠന്തി സരിത സർവാ ഗംഗാദ്യ, ഗംഗ മുതലായിട്ടുള്ള എല്ലാ നദികളും അവിടെ ഉണ്ട് എന്ന്, ഇത് നിശ്ചയ എന്ന നിശ്ചയത്തോടു കൂടി, ആ ഒരു സങ്കല്പത്തോടു കൂടി ഇത് ചെയ്യുന്ന സമയത്ത് സർവതീർത്ഥാധികം ഫലം, അപ്പൊ എല്ലാ തീർത്ഥങ്ങളിലും കുളിച്ച ആ ഫലം ഉണ്ടാകുന്നു. തുടർന്ന് പറയാണ്, വൈശാഖമാണ് എല്ലാ മാസങ്ങളിലും വെച്ചിട്ട് ശ്രേഷ്ഠം. ക്ഷീരം രസാധികം ക്ഷീരാദധികം ദധി ഭൂമിപ ദധ്നോധികം ഘൃതം യദ്വദൂർജോ മാസോധികസ്തഥാ. നമ്മളെ ഏറ്റവും രസമുള്ള ഒരു പാനീയമായിട്ട് ക്ഷീരത്തെ പറയും. ക്ഷീരം പാല്, പാല് വളരെ മികച്ചതാണ്, ഏറ്റവും കൂടുതൽ രസം ഉള്ളതാണ്. എന്നാൽ അതിനേക്കാൾ മികച്ചതാണ് എന്ത്? ക്ഷീരാദധികം ദധി, തൈര്. ആ തൈരിനേക്കാൾ മികച്ചതാണ് ഘൃതം, ദധ്നോധികം ഘൃതം യദ്വദൂർജോ മാസോധികസ്തഥ. അപ്പൊ ഈ പറഞ്ഞതുപോലെയാണ് എല്ലാ മാസങ്ങളിലും വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠം വൈശാഖ മാസമാണ്. കാർത്തികാദധികോ മാഘോ മാഘാദ് വൈശാഖ ഉത്തമ തസ്മിൻ മാസേ കൃതോ ധർമ്മോ വർദ്ധിതേ വടബീജവത്. കാർത്തിക മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വമേറിയ മാസമായിട്ട് പറയാറുണ്ട്. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് മാഘമാസം. മാഘാദ് വൈശാഖ ഉത്തമ, മാഘമാസത്തെക്കാൾ ശ്രേഷ്ഠമാണ് വൈശാഖ മാസം. അതുകൊണ്ട് തസ്മിൻ മാസേ കൃതോ ധർമ്മോ, ആ വൈശാഖ മാസത്തിൽ ചെയ്യപ്പെട്ട ധർമ്മം വർദ്ധതേ വടബീജവത്, അത് ഒരു ആലിന്റെ വിത്തുപോലെ വളരെയധികം വലുതായിത്തീരുന്നു. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, ആലിൻ വിത്ത് എത്ര ചെറുതാണാലോ മാനം തൊടുന്നവൻ. അപ്പൊ ഈ ഒരു വലിയ വടവൃക്ഷം, വലിയ ആല് ഉണ്ടാവുന്നത് വളരെ ചെറിയ ഒരു വിത്തിൽ നിന്നാണ്. അപ്പൊ ആ വിത്ത് അവിടെ കുഴിച്ചിടുന്ന സമയത്ത് അതിന്റെ ആ വിത്തിന്റെ വലിപ്പം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ ചെറുതാണ്, എന്തോ നിസ്സാരമാണെന്ന് വിചാരിക്കും. പിന്നീട് അത് വളർന്നിട്ടാണ് വലിയ വൃക്ഷമായിട്ട് മാറി എത്രയോ ജീവജാലങ്ങൾക്കും എത്രയോ മനുഷ്യർക്കും ഒക്കെ തണലായിട്ട് താങ്ങായിട്ട് നിൽക്കുന്നത്. ഇതുപോലെ ഒരു ചെറിയ കാരണം, നമ്മുടെ ഒരു ചെറിയ പ്രവൃത്തിയാണെങ്കിൽ കൂടി അത് വളരെ വലുതായിട്ട് അതിന്റെ ഫലം വലിയ ഫലമായിട്ട് തീരുന്നു. അതുകൊണ്ട് തസ്മിൻ മാസേ കൃതോ ധർമ്മോ. അപ്പൊ ഈ വൈശാഖ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, കുളിക്കുക, ദാനം ചെയ്യുക, ഇതൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് എന്തോ നിസ്സാര കാര്യമാണ്, ചെറുതാണെന്ന് തോന്നും. എന്നാൽ അതിന്റെ ഫലം വർദ്ധതേ വടബീജവത്, ചെറിയ വിത്ത് വലിയ ആൽമരമായിട്ട് വളരുന്നത് പോലെ അതിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ വലിയ ഫലങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഏറ്റവും മഹത്വമേറിയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങള്. നദീസ്നാനം, അതുപോലെ ദാനം, ഇതൊക്കെ വലിയ ഫലത്തെ തരുന്നതാണ്. ഇനി ദാനം വീണ്ടും ദാനം ചെയ്യേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആഠ്യോ വാതി ദരിദ്രോ വാ പരതന്ത്രോഥവാ നര യദ് വസ്തു ലഭതേ തേന തദ്ദാതവ്യം ദ്വിജാതയേ. എങ്ങനെയുള്ള ആളാണെങ്കിലും, ആഠ്യോ വാ അതിദരിദ്രോ വാ,
ആഢ്യനാവട്ടെ, അതിദരിദ്രനാവട്ടെ, പരതന്ത്രോധവാ നരഹ, പരതന്ത്രനായിട്ടുള്ള, അപ്പൊ വേറൊരാളുടെ കീഴിലുള്ള ആളായിക്കോട്ടെ, എങ്ങനെയുള്ള മനുഷ്യനായാലും യദ്വസ്തു ലഭതേ തേന, അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താണോ ഉള്ളത്, തദ്ദാതവ്യം ദ്വിജാതയെ, അത് മഹാത്മാക്കൾക്ക് നൽകേണ്ടതാണ്, ദാനം ചെയ്യേണ്ടതാണ്. അപ്പൊ ഇന്നലെ സ്വാമിജി പറഞ്ഞിരുന്നു, ദാനം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ സാധാരണ ഒരു സങ്കല്പം കുറെ അധികം എന്തൊക്കെയോ കയ്യിലുള്ള ആള് ഒന്നുമില്ലാത്ത ആൾക്ക് കൊടുക്കുന്ന എന്തോ ആണ്, അങ്ങനെയാണ് നമ്മൾ പൊതുവെ ദാനം എന്ന് പറയുക. അങ്ങനെയല്ല, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് പങ്കുവെക്കുക. യഥാശക്തി സംവിഭാഗ എന്ന് ഇന്നലെ പറഞ്ഞു. നമ്മുടെ കയ്യിലുള്ളത് അതെന്തുമായിക്കോട്ടെ, ചെറുതോ വലുതോ എന്തായാലും അതിനെ കൂടെയുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതാണ് ദാനം. അപ്പൊ അതിന് ഞാൻ വലിയ സമ്പന്നനല്ല എന്നുള്ളതൊന്നും അത് കൊടുക്കാതിരിക്കാനുള്ള ഒരു കാരണമല്ല. എന്താണോ നമ്മുടെ കയ്യിലുള്ളത്, അത് സമ്പത്തായിക്കൊള്ളണമെന്നില്ല. കുറച്ച് ജലമായാലും കുറച്ച് ഭക്ഷണമായാലും ഇനി നല്ല വാക്കുകളായാലും എന്തെങ്കിലും കാര്യത്തെ കുറിച്ചിട്ടുള്ള അറിവായാലും നമ്മുടെ ചിന്തകളായാലും നമ്മുടെ ആശയങ്ങളായാലും ഇതൊക്കെ നമുക്ക് സഹജീവികളുമായിട്ട് പങ്കുവെക്കാൻ സാധിക്കും. അപ്പൊ ഏത് തരത്തിലുള്ള മനുഷ്യനായാലും, ആഢ്യനായാലും ദരിദ്രനായാലും പരതന്ത്രനായാലും അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മഹാത്മാക്കൾക്ക് കൊടുക്കേണ്ടതാണ്. കന്ദമൂലഫലം ശാകം ലവണം ഗുഡമേവ ച കോലം പത്രം ജലം തക്രം ആനന്ദ്യായോപകൽപ്പതേ നാദത്തം ലഭതേ ക്വാപി ബ്രഹ്മാദ്യൈസ്ത്രിദശൈരപി. എന്തൊക്കെ നമുക്ക് കൊടുക്കാം? എല്ലാം കൊടുക്കാം എന്ന് പറയാണ്. കന്ദം കിഴങ്ങ്, മൂലം വേര്, ഫലം പഴങ്ങള്, ശാകം പച്ചക്കറി, ലവണം ഉപ്പ്, ഗുഡം ശർക്കര, കോലം കുരുമുളക്, പത്രം ഇലകള്, ജലം വെള്ളം, തക്രം മോര്, ഇതൊക്കെ അതായത് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് നമുക്ക് ദാനമായിട്ട് ചെയ്യാം. ഈ ഇലകള് പഴങ്ങള് വെള്ളം ജലദാനം എന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോ നമുക്കത് നിസ്സാരമാണോ എന്ന് തോന്നാം. പക്ഷെ നമുക്കറിയാം ഈ കാലത്ത് ദാഹിച്ച് വലഞ്ഞു വരുന്ന ആൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്നുള്ളത് ആ സമയത്ത് അത് ലഭിക്കുന്ന ആൾക്ക് ഏറ്റവും വലിയ ദാനം അത് തന്നെയാണ്. അപ്പൊ ഒന്നിനെയും നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും. അപ്പൊ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് ഇതൊക്കെ ദാനം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ദാനം ചെയ്താൽ മാത്രമേ ദേവന്മാർക്ക് പോലും എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ എന്ന് പറയാണ്. നാദത്തം ലഭതേ ക്വാപി ബ്രഹ്മാദ്യൈ സ്ത്രിദശൈരപി. കൊടുക്കാത്ത ഒന്ന്, അതായത് ദാനം ചെയ്യപ്പെടാത്ത ഒന്ന് ദേവന്മാർക്ക് പോലും, ബ്രഹ്മാദ്യൈഹി അപി, ദേവന്മാർക്ക് പോലും ഒരിക്കലും തിരിച്ചു ലഭിക്കുകയില്ല. അപ്പൊ ദേവന്മാർക്ക് അവർക്കും ഉയർച്ച ഉണ്ടാവണമെങ്കിൽ, അവർക്കും വലിയ വലിയ സ്ഥാനങ്ങൾ പിന്നീട് ലഭിക്കണമെങ്കിൽ ദാനം ചെയ്തേ പറ്റൂ. അപ്പൊ മനുഷ്യന്മാരുടെ കാര്യം പിന്നെ പറയാനില്ലല്ലോ എന്നുള്ളതാണ് ചോദ്യം. ദേവന്മാർക്ക് പോലും ദാനം എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്, അവരുടെ ധർമ്മമാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്തായാലും, ഏത് തരത്തിലുള്ള മനുഷ്യനായാലും അവന്റെ കയ്യിലുള്ളത് ദാനം ചെയ്തേ പറ്റൂ. പിന്നീട് ആ ദാനത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. ദാനേന ഹീനോ ഹി ഭവേദ കിഞ്ചനോ നിഷ്കിഞ്ചനത്വാപ്ച കരോതി പാപം പാപാദവശ്യം നരകം പ്രയാതി ദാതവ്യമസ്മത് സുഖമിച്ഛതാ തദാ. അപ്പൊ ദാനം ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നാണ് പറയുന്നത്. ദാനേന ഹീനോ ഹി ഭവേദ കിഞ്ചനോ. ദാനേന ഹീനഹ, ദാനത്തോടു കൂടി അല്ലാത്ത ആള്, ദാനം ചെയ്യാത്ത ആള്, അകിഞ്ചനഹ ഭവേദ്. അകിഞ്ചനഹ ധനമില്ലാത്ത ആൾ, അയാൾ ദരിദ്രനായിത്തീരുന്നു. ദാനം ചെയ്യാത്ത ആൾ ദരിദ്രനായിത്തീരുന്നു. അപ്പൊ നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ ചിലപ്പോ ദാനം കൊടുത്താൽ എന്റെ കയ്യിലുള്ളത് കുറയും എന്നുള്ളൊരു ചിന്തയായിരിക്കും ചിലർക്കൊക്കെ.
അതായത് ഞാൻ ഒരാൾക്ക് 10 രൂപ കൊടുത്താൽ ആ 10 രൂപ എന്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്നുള്ള ചിന്തയായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ നേരെ തിരിച്ചാണ് പറയുന്നത്. ദാനം ചെയ്യാത്ത ആൾ പിന്നീട് ദരിദ്രനായി തീരുന്നു എന്നാണ് പറയുന്നത്. ദാനേന ഹീനോ ഹി ഭവേദ കിംചനോ നിഷ്കിംചനത്വാച്ച കരോതി പാപം. അങ്ങനെ നിഷ്കിഞ്ചനായാലോ, അതായത് ദരിദ്രനായി തീർന്നാലോ അയാൾ പിന്നീട് പാപം ചെയ്യേണ്ടി വരുന്നു. പലപ്പോഴും നമുക്കറിയാം, ദാരിദ്ര്യമൊക്കെ പലതും ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് തീരാറുണ്ട്. അപ്പൊ ദരിദ്രനായി തീർന്ന ആൾ വീണ്ടും പാപം ചെയ്യേണ്ടി വരുന്നു അദ്ദേഹത്തിന്. പാപാദവശ്യം നരകം പ്രയാതി. അങ്ങനെ പാപം ചെയ്യുന്ന സമയത്തോ അവശ്യം നരകം പ്രയാതി, അദ്ദേഹം നരകത്തിലേക്ക് പോവുന്നു. അതുകൊണ്ട് ദാതവ്യമസ്മാത് സുഖമിച്ഛതാ. അപ്പൊ സുഖമിച്ഛിക്കുന്ന ആള്, സുഖമിച്ഛത, സുഖം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ദാതവ്യം, ദാനം ചെയ്യൂ. അപ്പൊ എല്ലാവരുടെ ആവശ്യം സുഖം തന്നെയാണ്. എന്താണ് സുഖമായിട്ട് കഴിയാൻ വേണ്ടത് എന്ന് അന്വേഷിച്ചിട്ടാണ് എല്ലാവരും നടക്കുന്നത്. അപ്പൊ സുഖം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത്, ദാനം ചെയ്യുകയാണ് വേണ്ടത്. പലരും കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താ? എന്റെ സുഖം കുറഞ്ഞു പോവോ എന്നുള്ളതാണ്. നമുക്ക് ചില നിസ്സാര കാര്യങ്ങൾ പോലും കൊടുക്കാൻ നല്ല മടിയാണ്. നമ്മളിങ്ങനെ ബസ്സിൽ കയറി സീറ്റിൽ സുഖമായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെ പ്രായമുള്ളവരൊക്കെ വന്നാൽ നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കും. അപ്പൊ ഒരു സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ, വളരെ കുറഞ്ഞ സമയത്തേക്ക് ഒരു സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ പോലും മടിയുള്ളവരാണ് നമ്മൾ. ആ ദാനം പോലും ചെയ്യാത്തവരാണ്. അപ്പൊ സുഖമായിട്ടിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ദാനം ചെയ്യാത്തത് പലപ്പോഴും സുഖമായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സ്കന്ദപുരാണത്തില് വൈശാഖ മഹാത്മ്യത്തില് പറയുന്നത് നിങ്ങൾക്ക് സുഖം വേണമെങ്കിൽ ദാനം ചെയ്യൂ എന്നുള്ളതാണ്. ഇനി ദാനം ചെയ്തില്ലെങ്കിൽ, അതായത് ഈ കർമ്മങ്ങളൊക്കെ വൈശാഖ മാസത്തിൽ ചെയ്തില്ലെങ്കിൽ അതെങ്ങനെയാണ് എന്ന് പറയാണ്. യഥാഗൃഹം സർവഗുണോപപന്നം പരിച്ഛദൈർഹീനമശോഭനം തഥാ മാസേഷു ധർമ്മഃ സകലേഷു അനിഷ്ഠുതോ വൈശാഖഹീനസ്തു വൃഥൈവ യാതി. നിങ്ങൾ എല്ലാ മാസങ്ങളിലും ധർമ്മമൊക്കെ ചെയ്യുന്ന ആളാണ് എന്നിരിക്കട്ടെ. മാസേഷു ധർമ്മ സകലേഷു അനുഷ്ഠിത, എല്ലാ മാസങ്ങളിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ കൂടി വൈശാഖഹീനസ്തു വൃഥൈവ യാതി, വൈശാഖ മാസത്തിൽ ആ ധർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നേരത്തെ ചെയ്തതൊക്കെ വൃഥാവിലായിട്ട് പോകുന്നു, വെറുതെ ആയിത്തീരുന്നു. എങ്ങനെയാണോ? യഥാഗൃഹം സർവഗുണോപപന്നം, എല്ലാ ഗുണങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ഗൃഹം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല കെട്ടിടമാണ്, കാണുമ്പോ വളരെ മനോഹരമാണ്. അങ്ങനെയുള്ള ഒരു ഗൃഹം. പരിച്ഛദൈർ ഹീനം അശോഭനം തഥാ, പരിച്ഛദൈഹി ഹീനം, പരിച്ഛദം എന്നുള്ളതിന് ഗൃഹോപകരണങ്ങൾ എന്നും അതുപോലെ കുടുംബ അംഗങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ഒരു വീട് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഗൃഹോപകരണങ്ങൾ എന്ന് എടുക്കുകയാണെങ്കിൽ ആ ഒരു വീടുണ്ട്, ആ കെട്ടിടം അവിടെ ഉണ്ട്, പക്ഷെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളതൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഗൃഹം എന്താ? നിഷ്ഫലമാണ്. ഇനി കുടുംബ അംഗങ്ങൾ എന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിലും ഒരു വീടുണ്ടായതുകൊണ്ട് കാര്യമില്ല, അവിടെ താമസിക്കാൻ ആൾക്കാർ വേണം. ഇനി താമസിക്കാൻ അംഗങ്ങൾ ഉണ്ടായാൽ പോരാ, അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാവണം. ഇങ്ങനെ ഈ കുടുംബാംഗങ്ങളുടെ കളിയും ചിരിയും ഒന്നും ഇല്ലാത്ത ഗൃഹം പോലെ നിഷ്ഫലമായിട്ട് തീരുന്നു വൈശാഖ മാസത്തിൽ ചെയ്യാത്ത ധർമ്മം. അത് മറ്റു മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി വൈശാഖ മാസത്തിൽ അത് ചെയ്യുന്നില്ലെങ്കിൽ, ഇങ്ങനെ ഈ കുടുംബാംഗങ്ങളൊന്നും ഇല്ലാത്ത, വേറെ യാതൊരു ഉപകരണങ്ങളും ഇല്ലാത്ത, എന്നാൽ സുന്ദരമായിട്ടുള്ള ഭവനം പോലെ നിഷ്ഫലമായിട്ട് തീരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ദൃഷ്ടാന്തം കൂടി പറയാണ്. യഥൈവ കന്യാ സകലൈശ്ച ലക്ഷണൈർയുക്താപി ജീവത്പതി ലക്ഷണാനഹി ക്രിയാപി സാംഗാ സകലാപി രാജൻ വൈശാഖഹീനാതു വൃഥൈവ താം വിദു. തഥൈവ, യഥൈവ, എങ്ങനെയാണോ
സകലൈഹി ലക്ഷണൈഹി യുക്ത കന്യ, എല്ലാ ലക്ഷണങ്ങളോടും കൂടിയ ഒരു പെൺകുട്ടി, വളരെ സുന്ദരിയായിട്ടുള്ള എല്ലാ ഗുണങ്ങളോടും കൂടിയ ഒരു സ്ത്രീ, ജീവത്പതി ലക്ഷണ നഹി, അവളുടെ പതി, അതായത് വിവാഹിതയായിട്ടുള്ള സ്ത്രീ, അവളുടെ പതി ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ, അപ്പൊ അവൾക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ട്, സൗന്ദര്യമുണ്ട്, വളരെ നല്ല സ്ത്രീയാണ്, എങ്കിലും പതിയോടുകൂടി അല്ലാത്തവളാണെങ്കിൽ വളരെ ദുഃഖിതയായിട്ട് കാണപ്പെടും. അതുപോലെ ക്രിയാപി സാങ്കാ സകലാപി രാജൻ, മറ്റു ക്രിയകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വൈശാഖ മാസത്തിൽ അത് ചെയ്യുന്നില്ലെങ്കിൽ അതൊക്കെ വെറുതെ ആയിട്ട് തീരുന്നു. ദയാവിഹീനസ്തു യഥാ ഗുണാ വൃഥാ വൈശാഖ ധർമ്മേണ വിനാ തഥാ ക്രിയാ. ദയാവിഹീനസ്തു ഗുണാഹ, എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും മനുഷ്യന് ദയ ഇല്ലെങ്കിൽ ആ ഗുണങ്ങളൊക്കെ വെറുതെയാണ്. എല്ലാ കാര്യങ്ങളും അറിയാം, മറ്റുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ മനുഷ്യന് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട എന്താണ്? ദയ, സ്നേഹം ഒക്കെയാണ്. ഇതൊന്നും ഇല്ലാത്ത ഗുണങ്ങൾ, മറ്റു ഗുണങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. അതുപോലെ വൈശാഖത്തിൽ അല്ലാതെ ചെയ്യുന്ന ധർമ്മങ്ങള് വെറുതെയായിട്ട് തീരുന്നു. ശാകം തു യദ്ലവണേന ഹീനം നരോചതേ സർവഗുണോപപന്നം. ശാകം, ശാകം എന്ന് വെച്ചാൽ പച്ചക്കറിയാണ്. പച്ചക്കറി നന്നായിട്ട് വേവിച്ചതൊക്കെയാണ്, നല്ല പച്ചക്കറിയാണ്. എങ്കിലും ലവണേന ഹീനം, അതിന് ഉപ്പ് ഇല്ലെങ്കിൽ അത് ന രോചത്തെ, അപ്പൊ നല്ല പച്ചക്കറി ആണെങ്കിൽ കൂടി ന രോചത്തെ, അത് നമുക്ക് രുചി ഉണ്ടാവില്ല, നമുക്ക് കഴിക്കാൻ സാധിക്കില്ല. ഇതുപോലെ വൈശാഖ മാസത്തിൽ അല്ലാതെ ചെയ്യുന്ന, വൈശാഖത്തിൽ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ ധർമ്മങ്ങളൊക്കെ വെറുതെ ആയിട്ട് തീരുന്നു, നമുക്ക് രുചിക്കാതെ ആയിട്ട് തീരുന്നു. വൈശാഖഹീനം തു തഥൈവ പുണ്യം ന സാധു സേവ്യം ന ഫലാപ്തി ഹേതു യദ്വത് ന ഭൂഷാ സഹിതോപി ശോഭത്തെ വസ്ത്രേണ ഹീനാലലനാ സുരൂപാ ക്രിയാകലാപസുകൃതോപി പുംഭിർ ന ഭാസത്തെ തന്മധുമാസഹീനം. വീണ്ടും ഒരു ഉദാഹരണം കൂടി പറയാണ്. സുരൂപ ലലന ഭൂഷാ സഹിത അപി വസ്ത്രേണ ഹീന ന ശോഭത്തെ. വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ടെങ്കിലും അവൾക്ക് ശരിയായ രീതിയിലുള്ള വസ്ത്രധാരണമൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണോ ശോഭിക്കാത്തത്, അതുപോലെ പുംഭി സുകൃതോ ക്രിയാകലാപഹ അപി, മനുഷ്യരാൽ മറ്റ് കാര്യങ്ങളൊക്കെ, മറ്റ് ക്രിയാകലാപങ്ങളൊക്കെ, മനുഷ്യർ ചെയ്യുന്ന മറ്റ് കാര്യങ്ങൾ വെറുതെ ആയിട്ട് തീരുന്നു. തൻ മധുമാസഹീനം, മധുമാസം മാധവമാസം, വൈശാഖ മാസം. അപ്പൊ വൈശാഖ മാസത്തിൽ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളതൊക്കെ വെറുതെ ആയിട്ട് തീരുന്നു. തസ്മാത് സർവപ്രയത്നേന യേന കേനാപി ജന്തുനാ ധർമ്മോ വൈശാഖ മാസേ തു കർത്തവ്യ ഇതി നിശ്ചയഃ. അതുകൊണ്ട് തസ്മാത്, അതിനാൽ സർവപ്രയത്നേന, എല്ലാ തരത്തിലും, ഏന കേനാപി, എങ്ങനെയെങ്കിലും, നമ്മളാൽ കഴിയുന്നത് പോലെ എങ്ങനെയെങ്കിലും വൈശാഖ മാസേ ധർമ്മഃ കർത്തവ്യഃ, വൈശാഖ മാസത്തിലെ ധർമ്മം അത് നമ്മളെല്ലാം കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. മധുസൂദനമുദ്ദിശ്യാമേഷ സംസ്ഥേ ദിവാകരേ പ്രാതസ്നാത്വാർച്ചയേത് വിഷ്ണും അന്യഥാ നരകം വ്രജേത്. ദിവാകരേ മേഷ സംസ്ഥിതേ, സൂര്യൻ മേടം രാശിയിൽ വരുന്ന ആ വൈശാഖ മാസത്തില് മധുസൂദനമുദ്ദിശ്യ, മധുസൂദന മഹാവിഷ്ണു, മഹാവിഷ്ണുവിനെ ഉദ്ദേശിച്ചിട്ട് പ്രാതസ്നാത്വ, രാവിലെ തന്നെ കുളിച്ച്, വിഷ്ണു അർച്ചയേത്, മഹാവിഷ്ണുവിനെ അർച്ചിക്കൂ, അന്യഥാ നരകം വ്രജേത്, അന്യഥ എന്ന് വെച്ചാൽ അങ്ങനെ അല്ലെങ്കിൽ, മറ്റു രീതിയിലാണെങ്കിൽ, ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നരകം വ്രജേത്,
നരകത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറയാണ്. കശ്ചിൻ മഹീരഥോ രാജാ കാമാസക്തോ ജിതേന്ദ്രിയ വൈശാഖസ്നാനയോഗേന വൈകുണ്ഠം ഗതവാൻ സ്വയം. പണ്ട് ഒരു രാജാവ് കാമാസക്തോ ജിതേന്ദ്രിയ, അദ്ദേഹം കാമാസക്തനും കാമാസക്തോ അജിതേന്ദ്രിയ എന്നാണ്, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാത്ത ആളുമൊക്കെ ആയിരുന്നു അദ്ദേഹം. ഈ വൈശാഖ മാസത്തിലെ വ്രതങ്ങളൊക്കെ കൃത്യമായി അനുഷ്ഠിച്ചിട്ട് വൈകുണ്ഠ ലോകത്തിലേക്ക് എത്തി എന്ന് പറയാണ്. അപ്പൊ ഇവിടെ നമ്മളെ കൂടുതൽ കൂടുതൽ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ പറയുന്നത്. അപ്പൊ ഇതുവരെ നമുക്ക് ചിലപ്പോ ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതുവരെ ഇതിലൊന്നും താല്പര്യം ഇല്ലാതിരിക്കാം, ഇതൊന്നും കൃത്യമായി ചെയ്തിട്ടില്ലായിരിക്കാം. എങ്കിലും അതിന്റെ ഒരു സമയം കഴിഞ്ഞിട്ടൊന്നുമില്ല. പണ്ട് ഖട്വാങ്കൻ എന്നുള്ള രാജശ്രീ വളരെ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ടാണ് മോക്ഷപ്രാപ്തി ഉണ്ടായത് എന്നൊക്കെ ഭാഗവതത്തിലൊക്കെ പറയും. അപ്പൊ അങ്ങനെ നമ്മൾ ഇതുവരെയുള്ള ജീവിതം അത് നമ്മൾ കണക്കാക്കേണ്ട. ഇനി അങ്ങോട്ട് നമുക്ക് ഇതുപോലെയുള്ള വ്രതങ്ങളൊക്കെ കൃത്യമായിട്ട് ആചരിക്കുകയാണെങ്കിൽ നമുക്കും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് നമ്മളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കഥകൾ പറയുന്നത്. വൈശാഖ സഫലോ മാസോ മധുസൂദന ദൈവത തീർത്ഥയാത്രാ തപോയജ്ഞ ദാനഹോമ ഫലാധികഃ. വൈശാഖഃ സഫലഃ മാസഃ, വളരെ സഫലമായിട്ടുള്ള മാസമാണ്. എന്തിനൊക്കെ? തീർത്ഥയാത്ര, തപസ്, യജ്ഞം, ദാനം, ഹോമം, ഇതിനൊക്കെ ഫലാധികഃ, അധികമായിട്ടുള്ള ഫലം തരുന്ന മാസമാണ് വൈശാഖ മാസം. അപ്പൊ ഇവിടെ വിഷ്ണു പൂജയെ പറ്റിയിട്ട് പറഞ്ഞു. ആ വിഷ്ണു പൂജ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വിഷ്ണു പൂജ ചെയ്യാൻ വേണ്ടി നമ്മൾ കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് മനസ്സിൽ ജപിക്കേണ്ട ഒരു മന്ത്രമാണ്, ഒരു ശ്ലോകമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. മധുസൂദന ദേവേശ വൈശാഖേ മേഷഗേരവൗ പ്രാതസ്നാനം കരിഷ്യാമി നിർവിഘ്നം കുരു മാധവ. മധുസൂദന, അല്ലയോ മധുസൂദനായിട്ടുള്ള ഭഗവാനെ, മഹാവിഷ്ണു, ദേവേശ, ദേവന്മാർക്കെല്ലാം ഈശനായിട്ടുള്ളവനെ, വൈശാഖേ മേഷഗേ രവൗ, ഈ വൈശാഖ മാസത്തില് പ്രാതസ്നാനം കരിഷ്യാമി, ഞാനിതാ രാവിലെ അങ്ങയെ സ്മരിച്ചുകൊണ്ട് രാവിലെ നേരത്തെ കുളിക്കുകയാണ്. നിർവിഘ്നം കുരു മാധവ, എന്റെ എല്ലാ വിഘ്നങ്ങളും അകറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് സ്നാനം ചെയ്യണം. ഇനി അർഘ്യമന്ത്രാഹ, അർഘ്യമന്ത്രങ്ങളാണ് അടുത്ത 3 ശ്ലോകങ്ങളിൽ പറയുന്നത്. കുളിക്കുന്ന സമയത്ത് ഭഗവാന് ജലതർപ്പണം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ സ്മരിക്കേണ്ട മന്ത്രങ്ങൾ. വൈശാഖേ മേഷഗേ ഭാനു പ്രാതസ്നാനപരായണ അർഘ്യം തേഹം പ്രദാസ്യാമി ഗൃഹാണ മധുസൂദന. അല്ലയോ മധുസൂദന, വൈശാഖേ മേഷഗേ ഭാനു, ഈ വൈശാഖ മാസത്തില് പ്രാതസ്നാനപരായണ, രാവിലെ സ്നാനം ചെയ്തുകൊണ്ട് ഞാൻ അങ്ങേക്കിതാ അർഘ്യം പ്രദാസ്യാമി, ഞാൻ അങ്ങേക്ക് ഈ അർഘ്യം സമർപ്പിക്കുകയാണ്, സ്വീകരിക്കൂ. ഗൃഹാണ ഗംഗാദ്യാ സരിത സർവാസ്തീർത്ഥാനി ച ഹൃദാശ്ചയേ പ്രഗൃഹ്ണീത മയാ ദത്തം അർഘ്യം സമ്യക് പ്രസീദഥ. ഗംഗ മുതലായിട്ടുള്ള എല്ലാ പുണ്യനദികളെയും സങ്കല്പിച്ചുകൊണ്ട്, അതൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ആ നദികളുടെയൊക്കെ സാന്നിധ്യമുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ തരുന്ന ഈ അർഘ്യം ഇത് സ്വീകരിക്കൂ. ഇത് സ്വീകരിച്ചുകൊണ്ട് സമ്യക് പ്രസീദഥ, എന്നോട് നന്നായിട്ട് പ്രസാദിക്കൂ. ഋഷഭ പാപിനാം ശാസ്താ ത്വം യമ സമദർശനഃ ഗൃഹാണാർഘ്യം മയാ ദത്തം യഥോക്ത ഫലദോ ഭവ. അങ്ങ് ഋഷഭ, അങ്ങ് വളരെയധികം ശ്രേഷ്ഠനാണ്. പാപിനാം ശാസ്ത, പാപികളെയൊക്കെ ശാസിക്കുന്ന ആളാണ്. യമഹ, ദുഷ്ടന്മാരുടെ സംഹാരകനാണ്. സമദർശനഃ, എല്ലാവരെയും സമമായിട്ട് ദർശിക്കുന്ന ആളാണ്.
ഗൃഹാണർഘ്യം മയാ ദത്തം, എന്നാൽ നൽകപ്പെട്ട ഈ ഒരു അർഘ്യത്തെ സ്വീകരിക്കൂ. യഥോക്ത ഫലദോ ഭവ, അതിന്റെ ഫലം എനിക്ക് ലഭിക്കുമാറാകട്ടെ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അർഘ്യം സമർപ്പിക്കണം എന്ന് പറയാണ്. ഇതി ചാർഘ്യം സമർപ്യാഥ പശ്ചാസ്നാനം സമാചരേത് വാസസി പരിധായാഥ കൃത്വാ കർമാണി സർവശഃ. ഇങ്ങനെ അർഘ്യം സമർപ്പിച്ചിട്ട് പശ്ചാത് സ്നാനം, അതിനുശേഷം വിധിയാമണ്ണം കുളിച്ച് വാസസി പരിധായ, ശുദ്ധ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ട് കർമാണി സർവശഃ, എല്ലാ കർമ്മങ്ങളും ചെയ്യൂ, എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് മധുസൂദനമഭ്യർച്ച്യ പ്രസൂനൈർമാധവോദ്ഭവൈ ശ്രുത്വാ വിഷ്ണു കഥാം ദിവ്യാമേതന്മാസ പ്രശംസിനീം കോടി ജന്മാർജിതാത് പാപാൻ മുക്തോ മോക്ഷമവാപ്നുയാത്. ഇങ്ങനെ അർഘ്യം സമർപ്പിച്ച് സ്നാനം ചെയ്തതിനു ശേഷം മധുസൂദനം അഭ്യർച്ച്യ, മഹാവിഷ്ണുവിനെ പൂജിച്ചിട്ട് പ്രസൂനൈർ മാധവോദ്ഭവൈഹി, ആ മാധവ മാസത്തിൽ ഉണ്ടാകുന്ന നല്ല നല്ല പൂക്കളെ കൊണ്ട് അർച്ചിച്ചിട്ട് ശ്രുത്വാ വിഷ്ണു കഥാം ദിവ്യാം, അതിദിവ്യങ്ങളായിട്ടുള്ള അതിപുണ്യങ്ങളായിട്ടുള്ള ആ വിഷ്ണു കഥകളൊക്കെ സ്മരിച്ചുകൊണ്ട്, ഭഗവാന്റെ കഥകളെ സ്മരിച്ചുകൊണ്ട് ദിവ്യാം ഏതന്മാസ പ്രശംസിനീം, അതുപോലെ ഈ മാസത്തിന്റെ മാഹാത്മ്യമൊക്കെ പറയുന്ന കഥകളൊക്കെ ഓർത്തുകൊണ്ട് കോടി ജന്മാർജിതാ പാപാത് മുക്തോ, അനേകം ജന്മങ്ങളിൽ നമ്മൾ ആർജിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിട്ട് മോക്ഷമവാപ്നുയാത്, മോക്ഷത്തെ പ്രാപിക്കൂ. ന ജാതു ഖിദ്യത്തെ ഭൂമൗ ന സ്വർഗേ ന രസാതലേ ന ഗർഭേ ജായത്തെ ക്വാപി ന ഭൂയസ്തനപോ ഭവേത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫലം എന്താണ്? ന ജാതു ഖിദ്യത്തെ ഭൂമൗ, അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല. ന സ്വർഗേ ന രസാതലേ, സ്വർഗത്തിലോ രസാതലത്തിലോ ഒന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള വ്യസനങ്ങളും അനുഭവിക്കേണ്ടി വരില്ല. ന ഗർഭേ ജായത്തെ ക്വാപി, ഇനി വീണ്ടും ഒരു ഗർഭവാസം വേണ്ടി വരില്ല. ന സ്തനപോ ഭവേത്, വീണ്ടും അമ്മയുടെ പാല് കുടിക്കേണ്ടി വരില്ല, എന്ന് വെച്ചാൽ ഇനി വീണ്ടും ജനിക്കേണ്ടി വരില്ല എന്നർത്ഥം. അപ്പൊ നമുക്ക് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ഫലം എന്താണ്? ആ മോക്ഷപ്രാപ്തിയാണ്, അതായത് വീണ്ടും ഒരു ജന്മം എടുക്കാതിരിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ജന്മത്തിൽ ഉണ്ടാവുന്ന കഷ്ടപ്പാടുകളൊക്കെ എല്ലാം നമുക്കറിയാം, നമ്മൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ആത്യന്തികമായിട്ടുള്ള ഫലം നമുക്ക് ഉണ്ടാവുന്നു. വൈശാഖേ കാംസ്യ ഭോജീയസ്തഥാ ചാശ്രുത സത്കഥഃ ന സ്നാതോ വാപി ദാതാ ച നരകാനേവ ഗച്ഛതി. അപ്പൊ ഇനി ഒരു ജന്മം ഉണ്ടാവില്ല, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും പരമമായിട്ടുള്ള മോചനം ലഭിക്കും എന്ന് പറഞ്ഞു. ഇനി അത് ചെയ്തില്ലെങ്കിൽ വീണ്ടും നരകത്തിലേക്ക് തന്നെ പോകുന്നു എന്നാണ് പറയുന്നത്. ആരാണോ വൈശാഖ മാസത്തില് വളരെ സുഖമായിട്ട് ഇതൊന്നും ചെയ്യാതെ വളരെ സുഖമായിട്ട് ഉണ്ടും ഉറങ്ങിയും കഴിയുന്നത്, നല്ല കഥകളൊന്നും കേൾക്കാത്തത്, അദ്ദേഹം നരകത്തിലേക്ക് പോകുന്നു. ബ്രഹ്മഹത്യാ സഹസ്രസ്യ പാപം ശാമ്യേത് കഥം ജന വൈശാഖേയേന ന സ്നാതം യത്തത് പാപം നൈവ ഗച്ഛതി. ചിലപ്പോ നമുക്ക് ബ്രഹ്മഹത്യാ പാപത്തിന്റെ ആ ഫലം പോലും, ആ പാപം പോലും ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ വൈശാഖ മാസത്തില് ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതൊന്നും ചെയ്യാതെ, ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുന്നതിന്റെ പാപം ഒരിക്കലും പോവില്ല എന്നാണ് പറഞ്ഞത്. സ്വാധീനേന സ്വകായേന ജലേ സ്വാതന്ത്ര്യവർത്തിനി സ്വാധീന ജിഹ്വയോച്ചാര്യം ഹരിരിപ്ത്യക്ഷരദ്വയം. നമ്മുടെ ശരീരം നമുക്ക് സ്വാധീനാണ്. സ്വാധീനേന സ്വകായേന, കായം ശരീരം. അപ്പൊ നമുക്ക് കുളത്തിൽ പോയിട്ട് കുളിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ പൂജ ചെയ്യാനോ ഒന്നും യാതൊരു പ്രയാസവും ഇല്ല. നമ്മുടെ ശരീരമാണ്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ ജലേ, അപ്പൊ ജലം നമുക്ക് ഉണ്ട്. സ്വാധീന ജിഹ്വയോച്ചാര്യം, നമ്മുടെ നാവാണ്. ഇപ്പൊ ഹരി 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 എന്ന് ജപിക്കാൻ, നാരായണ നാമം ജപിക്കാൻ നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല.
വേറൊരാളുടെ സഹായമൊന്നും വേണ്ട. അപ്പൊ എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ടാണ്, എന്റെ കൂടെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ജപിക്കാത്തത് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ നാവാണ്, നമുക്ക് ഇഷ്ടം പോലെ എപ്പോ വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും ജപിക്കാം. ഇങ്ങനെ സ്വാധീന ജിഹ്വയോച്ചാര്യം ഹരിരിത്യക്ഷരദ്വയം, ഈ രണ്ടക്ഷരങ്ങൾ, ഹരി എന്നുള്ള രണ്ടക്ഷരങ്ങള് എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കണം. ന കുര്യാദ്യതി വൈശാഖേ പ്രാതസ്നാനം നരാധമ ജീവന്നേവ സ പഞ്ചത്വമാഗതോ നത്ര സംശയഃ. പിന്നെ ഇതാരാണോ ചെയ്യാത്തത്, വൈശാഖേ യദി ന കുര്യാത്, വൈശാഖ മാസത്തില് പ്രാതസ്നാനം ഏതൊരു നരാധമനാണോ ചെയ്യാത്തത്, അദ്ദേഹം ജീവന്നേവ പഞ്ചത്വമാഗതഃ, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കൂടി പഞ്ചത്വം, മരിച്ച ആളാണ്. ചത്തതീനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഈ വൈശാഖ മാസത്തിൽ ഇതൊന്നും ചെയ്യാതെ ഇരിക്കുന്ന ആള്, അദ്ദേഹം ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, ജീവിക്കുന്നുണ്ടെങ്കിലും മരിച്ച ആളെ പോലെയാണ്. യേന കേനാപ്യുപായേന മാധവേ മധുസൂദനം നാർച്ചയേദ്യതി മൂഢാത്മാ ശൗകരീം യോനിമാപ്നുയാത്. ഇങ്ങനെയൊന്നും ചെയ്യാത്ത ആള് പന്നി മുതലായിട്ടുള്ള ജീവികളായിട്ട്, അതായത് ഇപ്പൊ പന്നി എന്ന് ഉദ്ദേശിക്കുന്നത്, പന്നികൾ എപ്പോഴും ഈ ചെളിയിലാണ്, അവർക്ക് അതില് കളിക്കലാണ് അവരുടെ പരമാനന്ദം. അപ്പൊ അതുപോലെ ഈ നിസ്സാരങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ ഭ്രമിക്കുന്നവരായിട്ട് തീരുന്നു, അതുപോലെയുള്ള ജന്മങ്ങള് ഉണ്ടാവുന്നു. നൃപോ ഭൂത്വാ സാർവഭൗമ കോടി ജന്മസു ഭോഗവാൻ പശ്ചാത് കോടി കുലൈർയുക്തോ വിഷ്ണു സായുജ്യമാപ്നുയാത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആള്, ഈ പറഞ്ഞിട്ടുള്ള വൈശാഖ ധർമ്മമൊക്കെ ആചരിക്കുന്ന ആള് നൃപോ ഭൂത്വ, അദ്ദേഹം രാജാവിനെ പോലെ ആയിട്ട്, സാർവഭൗമഃ, ഒരു ചക്രവർത്തിയായിട്ട് തീരുന്നു. കോടി ജന്മസു ഭോഗവാൻ, എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് വളരെയധികം ജന്മങ്ങൾ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കുന്നു, സുഖകരമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു. പശ്ചാത് കോടി കുലൈർയുക്തോ, പിന്നീട് വിഷ്ണു സായുജ്യമാപ്നുയാത്, മഹാവിഷ്ണുവിന്റെ സായുജ്യം നേടാൻ കഴിയുന്നു. ഇങ്ങനെ വിവിധൈർ ഭക്തിമാർഗൈശ്ച വിഷ്ണും സേവേതയൈവ്രതൈ സഗുണം നിർഗുണം വാപി നിത്യം ധ്യായേതനന്യധീഹി. അതുകൊണ്ട് എന്താണ് വേണ്ടത്? വിവിധൈർ ഭക്തിമാർഗൈശ്ച, പലതരത്തിലുള്ള ഭക്തിമാർഗങ്ങളില്. ഇപ്പൊ ഭക്തി തന്നെ ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ചിട്ട് പല രൂപങ്ങളിൽ ഭഗവാനെ ആരാധിക്കുന്നു, പലതരത്തില് ആരാധിക്കുന്നു. ഇതുപോലുള്ള വ്രതങ്ങൾ അനുഷ്ഠിച്ച് ആരാധിക്കുന്നവരുണ്ട്, ഇനി പാട്ടുപാടിയിട്ട് കീർത്തനങ്ങൾ ചൊല്ലിയിട്ട് ആരാധിക്കുന്നവരുണ്ട്, പൂജ ചെയ്തിട്ട് ആരാധിക്കുന്നവരുണ്ട്, കഥകൾ പറഞ്ഞിട്ട് ആരാധിക്കുന്നവരുണ്ട്. അപ്പൊ എങ്ങനെയാണോ, ഏത് മാർഗം ആയാലും അവനവന്റെ താല്പര്യം അനുസരിച്ചിട്ട് ഏത് മാർഗത്തിലും ആവാം. വിവിധൈർ ഭക്തിമാർഗൈശ്ച, ഇങ്ങനെ പലതരത്തിലുള്ള ഭക്തിമാർഗങ്ങളിലൂടെ വിഷ്ണും സേവേതയൈവ്രതൈ, ഈ വ്രതങ്ങളുടെ കാലത്ത് വ്രതങ്ങളിലൂടെ സഗുണം നിർഗുണം വാപി നിത്യം ധ്യായേതനന്യധീഹി, സഗുണമായിട്ടോ നിർഗുണമായിട്ടോ ഭഗവാനെ ധ്യാനിക്കൂ. സഗുണം എന്നുള്ളത് കൊണ്ട് നമ്മളൊക്കെ ആരാധിക്കുന്നത് പോലെ ഒരു രൂപത്തോട് കൂടിയിട്ടുള്ള ഭഗവാനെ ആരാധിക്കുക. ഗുരുവായൂരപ്പനായിട്ടോ പരമേശ്വരനായിട്ടോ ദേവിയായിട്ടോ സുബ്രഹ്മണ്യനായിട്ടോ ഗണപതിയായിട്ടോ നമുക്കിഷ്ടപ്പെട്ട രൂപത്തില് ആരാധിക്കുക. അത് സഗുണ ഭക്തി. നിർഗുണം വാപി, ഇതൊന്നും അല്ലാതെ അരൂപിയായിട്ടുള്ള ഭഗവാനെ ഋഷിമാര്, ആചാര്യന്മാര്, സന്യാസിമാരൊക്കെ ചെയ്യുന്നത് പോലെ അഗുണം നിർഗുണനായിട്ടുള്ള ഭഗവാനെ ധ്യാനിക്കാം. സഗുണം നിർഗുണം വാപി. ഇപ്പൊ എങ്ങനെയായാലും, ഏത് മാർഗമായാലും, ഏത് തരത്തിലായാലും അതൊന്നും പ്രശ്നമല്ല. എങ്ങനെയാണോ നമുക്ക് യോജിക്കുന്നത്, നമ്മുടെ മനസ്സിന് സാധിക്കുന്നത്, നമുക്ക് തൃപ്തി വരുന്നത്, ആ രീതിയിൽ നിത്യം ധ്യായേത്, നിത്യവും ധ്യാനിക്കൂ. അനന്യധീഹി, ധീഹി ബുദ്ധി, അന്യമല്ലാത്ത, അതായത് വേറെ ഒന്നിലും വെക്കാത്ത ബുദ്ധിയോട് കൂടിയിട്ട്, ഭഗവാനിൽ മാത്രം സമർപ്പിച്ച ബുദ്ധിയോട് കൂടിയിട്ട് ഭഗവാനെ ആരാധിക്കൂ. ഇതി ശ്രീസ്കാന്ദേ മഹാപുരാണ
ഏകാശീതിസാഹസ്ര്യാം സംഹിതായാം ദ്വിതീയേ വൈഷ്ണവഖണ്ഡേ വൈശാഖമാസമാഹാത്മ്യേ നാരദംബരീഷ സംവാദേ വൈശാഖധർമ്മ പ്രശംസാ നാമ ചതുർത്ഥോധ്യായഃ. ഇങ്ങനെ ഈ ഒരു അധ്യായം വൈശാഖ ധർമ്മ പ്രശംസ എന്ന 4ാമത്തെ അധ്യായം സമാപിക്കുകയാണ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് വൈശാഖത്തിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ പരമമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു മാസം വളരെ പ്രധാനപ്പെട്ട, വളരെ മഹത്വമേറിയിട്ടുള്ള മാസമാണ്. അപ്പൊ നമ്മള് മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന ദാനം, തപസ്, യജ്ഞം ഇതിനേക്കാൾ കൂടുതൽ പുണ്യം, ഒന്നുകൂടി മഹത്വപൂർണമാവുന്നു ഈ മാസത്തിൽ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് എങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതനുസരിച്ചിട്ട് അതുപോലെ നമ്മള് എല്ലാ തരത്തിലുള്ള വ്രതങ്ങളും അനുഷ്ഠിക്കുക, ദാനം ചെയ്യുക. അപ്പൊ അത് നമ്മളാൽ കഴിയുന്നത് പോലെ, അത് ആരായാലും, ഇപ്പൊ എനിക്ക് സമ്പത്തില്ല എന്നുള്ളത് ദാനം ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമല്ല. അപ്പൊ നമുക്ക് ഉള്ളതനുസരിച്ചിട്ട് നമ്മൾ ദാനധർമാദികൾ ചെയ്യുക, ഈ പറഞ്ഞ രീതിയിലൊക്കെ വ്രതിക്കുക. ഇതാണ് ഈ ഒരു അധ്യായത്തിന്റെ രത്നചുരുക്കം. അപ്പൊ ഇനി അടുത്ത അധ്യായം മുതൽ ഇത് തുടരുന്നു. അടുത്ത അധ്യായത്തിൽ അംബരീഷൻ ആദ്യം ഒരു സംശയം ചോദിക്കുന്നു, പിന്നീട് വീണ്ടും നാരദൻ അതിന് മറുപടി ആയിട്ട് പറയാണ്. അത് നമുക്ക് നാളെ കേൾക്കാം. നമസ്കാരം. മാന്യ സദസ്സ്